ഹായ്, അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നിന്ന് പ്രൊഫസർ, ഹെഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ക്ലിനിക്കൽ ഹീമറ്റോളജി ആൻഡ് ഡിവിഷൻ ഓഫ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ്, ഡോക്ടർ നീരജ് സിദ്ധാർത്ഥൻ. ഹായ് സർ, വെൽക്കം ടു അവർ ഷോ. നമ്മൾ ഈ ഹീമറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഏത് രോഗാവസ്ഥയിലുള്ള പേഷ്യൻസിനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? ഹീമറ്റോളജി എന്ന് വെച്ചാൽ ബ്ലഡിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. ബ്ലഡ് രക്തജന്യമായ രോഗങ്ങൾ, രക്തത്തിൽ നമുക്ക് രക്തം ശരിക്കും പറഞ്ഞാൽ മജ്ജയിൽ നിന്നാണ് രക്തം ഉണ്ടാകുന്നത്. അപ്പോൾ മജ്ജയിൽ നിന്ന് രക്തം ഉണ്ടാകുമ്പോൾ കോശങ്ങളുണ്ട്. കോശങ്ങളെന്ന് പറഞ്ഞാൽ ചുവന്ന രക്താണുക്കൾ, ശ്വേതരക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റ് കോശങ്ങൾ, പിന്നെ അതുകൂടാതെ പ്ലാസ്മ, അതിലേക്കുള്ള പ്രോട്ടീൻസ് ഉണ്ട്, പിന്നെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീൻസ് ഉണ്ട്, ബ്ലീഡ് ചെയ്യാതെ സൂക്ഷിക്കുന്നതുണ്ട്, ഒത്തിരി ബ്ലീഡ് ചെയ്യാതെ നിൽക്കുന്ന പ്രോട്ടീൻസ് ഉണ്ട്. അപ്പോൾ ഇതിന് പിന്നെ രോഗപ്രതിരോധ ശക്തിയെ നിയന്ത്രിക്കുന്ന ശ്വേതാണുക്കളുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ ഒരു സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ ഹെമറ്റോളജിക്കൽ ആയിട്ടുള്ള സിസ്റ്റത്തിൽ വരുന്ന അസുഖങ്ങൾക്ക് ആണ് ഹെമറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ചികിത്സയ്ക്ക് വരുന്നത്. അപ്പോൾ അത് ചില അസുഖങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അനീമിയ, നമുക്ക് എല്ലാവർക്കും അറിയാം, ഹീമോഗ്ലോബിൻ കുറയുന്ന പല അസുഖങ്ങളുണ്ട്. അപ്പോൾ അത് പലതരത്തിൽ അനീമിയ വരാം, അയൺ ഡെഫിഷ്യൻസി മാത്രമല്ല പല രീതികളിൽ വരാം. അപ്പം അത് ഒരു കൂട്ടം അസുഖങ്ങളാണ്. അതുപോലെ തന്നെ വെള്ളരക്താണുക്കൾ കുറയുന്നതും കൂടുന്നതും, അതുപോലെ ചുവന്ന രക്താണുക്കൾ കൂടുന്ന അസുഖമുണ്ട്, പോളിസൈറ്റിമിയ എന്ന് പറയും. അതുപോലെ പ്ലേറ്റ്ലെറ്റ് അത് കുറയുന്നതും കൂടുന്നതും, അല്ലെങ്കിൽ അതിൻ്റെ ഫംഗ്ഷനിൽ വരുന്ന ഡിഫക്റ്റ്, ഈ ഓരോ അണുക്കളുടെയും ഫംഗ്ഷനിൽ വരുന്ന ഡിഫക്റ്റ്, പിന്നെ ബ്ലീഡിങ് എൻ്റെ അസുഖങ്ങൾ, ബ്ലീഡിങ് കൂടുതൽ ഉണ്ടാക്കുന്ന ചില അസുഖങ്ങൾ, അതായത് ജന്മന ഉള്ളതും അല്ലാതെ വരുന്നതുമായിട്ടുള്ള അസുഖങ്ങളുണ്ട്. അതുപോലെ തന്നെ ക്ലോട്ടിങ് ടെൻഡൻസി കൂടുന്ന ചില അസുഖങ്ങളുണ്ട്, അതും ജന്മന ഉള്ളതും അല്ലാത്തതുമായിട്ടുള്ള അസുഖങ്ങളുണ്ട്. അപ്പോൾ രക്തത്തിലെ ക്യാൻസറുകൾ, കോശങ്ങൾക്ക് വരുന്ന ക്യാൻസറുകൾ, അതിൻ്റെ സംബന്ധിച്ച ചികിത്സ, ഇതൊക്കെയാണ് ഹെമറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നത്. ഡോക്ടർ ക്യാൻസറിനെ കുറിച്ച് സൂചിപ്പിച്ചല്ലോ, എന്തൊക്കെ തരത്തിലുള്ള ബ്ലഡ് ക്യാൻസേഴ്സ് ആണ് ഉള്ളത്, ഒന്ന് വിശദീകരിക്കാമോ? അപ്പം നല്ലൊരു ചോദ്യമാണ്. കാരണം എല്ലാവരും പലർക്കും ഒരു ധാരണയുണ്ട് ഒരു തരത്തിൽ മാത്രമേ ബ്ലഡ് ക്യാൻസർ ഉള്ളൂ എന്നുള്ളത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, പലതരത്തിൽ ബ്ലഡ് ക്യാൻസറുകൾ ഉണ്ട് എന്നുള്ളതാണ് ഒരു സത്യം. അപ്പോൾ അതിൽ നമ്മൾ സാധാരണ പറയുമ്പോൾ ലുക്കീമിയ എന്ന് പറയുന്നു, പിന്നെ ലിംഫോമ എന്ന് പറയും, മൈലോമ എന്ന് പറയും. ഇതൊക്കെയാണ് നമ്മൾ കൂടുതലും കാണപ്പെടുന്ന രക്ത ക്യാൻസറുകൾ. അപ്പോൾ ലുക്കീമിയ എന്ന് പറയുന്നത് എല്ലാവർക്കും കേട്ടിട്ടുണ്ടാവും, കൂടുതൽ കേട്ടറിവുള്ള ഒരു അസുഖമാണ്. അതിൽ നമുക്ക് സാധാരണ രക്തത്തിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ അണുക്കളിൽ ഏതെങ്കിലും ക്രമാതീതമായിട്ട് വളരുന്ന ഒരവസ്ഥയാണ് ലുക്കീമിയ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ അക്യൂട്ട് ലുക്കീമിയ എന്ന് പറയുന്നത് പെട്ടെന്ന് വരുന്ന ക്യാൻസറാണ്, അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റും ഒക്കെ വേണ്ടി വരുന്ന, അല്ലെങ്കിൽ കീമോതെറാപ്പി വേണ്ടി വരുന്ന അങ്ങനത്തെ ക്യാൻസറുകളാണ് അക്യൂട്ട് ലുക്കീമിയ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ അണുക്കളിൽ ഏതെങ്കിലും ഒരു ഏർലി സ്റ്റേജിലുള്ള ട്രാൻസ്ഫോർമേഷനാണ് അതിൽ വരുന്നത്. ലിംഫോമ എന്ന് പറയുന്ന അസുഖവും ബ്ലഡ് ക്യാൻസർ തന്നെയാണ്. നമ്മുടെ ശ്വേതരക്താണുക്കളിൽ വരുന്ന, അത് കുറച്ചുകൂടി മെച്യൂറായിട്ട്, ഇമ്മെച്യൂറായിട്ടുള്ള സെൽസിൽ വരുമ്പോഴാണ് ലുക്കീമിയ എന്ന് പറയുന്നത്. മെച്യൂറായിട്ടുള്ള സെൽസിൽ ശ്വേതരക്താണുക്കളിൽ വരുന്ന അസുഖത്തിനാണ് ലിംഫോമ എന്ന് പറയുന്നത്. ലിംഫോമ ബ്ലഡിൽ ചിലപ്പം പരിശോധിക്കുമ്പോൾ ചിലപ്പോൾ കാണുന്നില്ല, നമ്മുടെ കഴലകളായിട്ട് മുഴകൾ, ലിംഫ് നോഡ് എന്ന് പറയില്ല. അപ്പോൾ ലിംഫ് നോഡ് വലുതാവുന്നോ അങ്ങനെയൊക്കെയാണ് ചിലപ്പോൾ ലിംഫോമാസ് വരിക, അല്ലെങ്കിൽ അല്ലാത്ത ലിംഫ് നോഡ് ഇതര സ്ഥലങ്ങളിലും ചിലപ്പോൾ ലിംഫോമ വരാം. ലുക്കീമിയയിൽ തന്നെ ഞാൻ നേരത്തെ ആക്യൂട്ട് എന്ന് പറഞ്ഞത്, അതുപോലെ ക്രോണിക് വളരെ സ്ലോ ആയിട്ട് വരുന്ന ലുക്കീമിയകളുണ്ട്, നമ്മൾ ചിലപ്പോൾ അറിയാൻ കൂടി ഇല്ല അങ്ങനത്തെ. അതിൻ്റെ ചികിത്സയും അത്ര സങ്കീർണമല്ലാത്ത ലുക്കീമിയകളുണ്ട്. ഇനി മജ്ജയിൽ ഉള്ളിൽ കാണുന്ന ചില കോശങ്ങളും കൂടിയുണ്ട്, ബ്ലഡിൽ കാണാത്ത, അതിൻ്റെ ക്യാൻസറും ബ്ലഡ് ക്യാൻസർ എന്ന് തന്നെയാണ് പറയുക. അതിനൊരു ഉദാഹരണമാണ് മൈലോമ എന്ന് പറയുന്നത്. പ്ലാസ്മ സെൽ എന്ന് പറയുന്ന ഒരു സെല്ലാണ്, മജ്ജയുടെ ഉള്ളിൽ കാണുന്ന ഒരു സെല്ലാണ്. പക്ഷെ അതിൻ്റെ ക്രമാതീതമായ വളർച്ചയിൽ നമ്മുടെ ബോണിൽ ദ്രവിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പ്രോട്ടീൻ ഉണ്ടാക്കിയിട്ട് കിഡ്നിയിൽ പോയി അതിൻ്റെ തകരാറുണ്ടാക്കുന്നു, അല്ലെങ്കിൽ കാൽഷ്യത്തിൻ്റെ അളവ് കൂട്ടുന്നു, അല്ലെങ്കിൽ അനീമിയ ഉണ്ടാകുന്നു. അങ്ങനെ അപ്പോൾ ബ്രോഡായിട്ട് പറയുകയാണെങ്കിൽ ലുക്കീമിയ, ലിംഫോമ, മൈലോമ എന്നിങ്ങനെയാണ് ഒരു ബ്ലഡ് ക്യാൻസറിൻ്റെ. അതിനകത്ത് അക്യൂട്ട് ലുക്കീമിയ ഉണ്ട്, ക്രോണിക് ലുക്കീമിയ ഉണ്ട്. പിന്നെ ഇതിനൊക്കെ ഓരോന്നിനും തന്നെ പല സബ് ടൈപ്സും ഉണ്ട്. ഇപ്പം ലിംഫോമ പറയുമ്പം ഹോച്ച്കിൻസ്, നോൺ ഹോച്ച്കിൻസ് ലിംഫോമ എന്ന് പറയും, ഹൈ ഗ്രേഡ് ലിംഫോമ, ലോ ഗ്രേഡ് ലിംഫോമ എന്ന് പറഞ്ഞാൽ ഓരോന്നിൻ്റെയും ചികിത്സയിൽ സങ്കീർണമായ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അത് ഒത്തിരി ബ്രോഡായിട്ടേ ഞാനിപ്പോൾ പറയണുള്ളൂ ഈ ഒരു സദസ്സിന് വേണ്ടിയിട്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം ഇങ്ങനെയുള്ള സിംറ്റംസ്, ക്യാൻസറിൻ്റെ സിംറ്റംസ് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? ഓക്കെ, അപ്പോൾ
ഇപ്പം സാധാരണ എല്ലാ ക്യാൻസറുകൾക്കും ചില സിംറ്റംസ് കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ അതായത് നമ്മൾ വെയിറ്റ് കുറഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ തീരെ ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല, ഒത്തിരി ക്ഷീണം വരുന്നു, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അത് കുറച്ച് നാളുകൾ നീണ്ടു നിൽക്കുന്നത്, അതായത് ആഴ്ചകൾ നീണ്ടു നിൽക്കുമ്പോഴാണ് നമ്മൾ അതൊരു ക്യാൻസർ ആണോ എന്നൊരു സംശയിക്കുന്നത്. ചിലപ്പോൾ പനിയായിട്ട് കുറച്ച് നാൾ നിൽക്കുന്നു, സാധാരണ പനി 3-4 ദിവസങ്ങളിൽ മാറും, ഒരു 2-3 ആഴ്ച പനി മാറാതെ നിൽക്കുമ്പോഴും നമ്മൾ ചിലപ്പം ക്യാൻസർ ആണോ എന്ന് സംശയിക്കും. ബ്ലഡ് ക്യാൻസറിൽ പ്രത്യേകമായിട്ട് പറയുമ്പോൾ ചുവന്ന രക്താണുക്കൾ കുറയുന്ന ഒരവസ്ഥയാണ് നമുക്ക് അനീമിയ ഉണ്ടാകുന്നത്. സിവിയറായിട്ട് അനീമിയ വരുമ്പോൾ ക്ഷീണം വരും. അപ്പോൾ ആ ക്ഷീണം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ദൂരം നടക്കുമ്പോൾ ശ്വാസം മുട്ട് അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റെപ്പ് കയറുമ്പോൾ ശ്വാസം മുട്ട് അനുഭവപ്പെടും. അപ്പം അനീമിയ ക്യാൻസർ കൊണ്ട് മാത്രമല്ല കേട്ടോ, പല കാര്യങ്ങൾക്കും വരാം. പക്ഷേ ക്യാൻസറിൻ്റെയും ഒരു ലക്ഷണമായിട്ട് അത് കണക്കാക്കാം. പിന്നെ വെള്ള രക്താണുക്കൾ, ശ്വേതരക്താണുക്കളുടെ ഫങ്ഷൻ, പ്രവർത്തനാവസ്ഥയ്ക്ക് ഒരു സ്തംഭനം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വ്യത്യാസം ഉണ്ടാകുമ്പോൾ വരുന്ന ചില സിംറ്റംസ് ആണ് നമുക്ക് പനി വരുന്നത്. പനി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻസ് വരുന്നത്, രോഗപ്രതിരോധ ശക്തിക്ക് ആവശ്യമുള്ളതാണ് ശ്വേതരക്താണുക്കൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ചിലപ്പം ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നു, അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് വരുന്നു. അങ്ങനെ വരുമ്പോഴും ചിലപ്പോൾ അത് ഒരുപക്ഷെ ഇതിൻ്റെ ലക്ഷണമായേക്കാം. മൂന്നാമത് വരുന്നത് നമുക്ക് പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാവുന്ന ഇതാണ്. അപ്പോൾ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാവുന്നത് നമുക്ക് ബ്ലീഡിങ് ടെൻഡൻസി ഉണ്ടാവുന്നത്. കൂടുതലും നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ലക്കീമിയ എന്ന് പറയുന്ന ബ്ലീഡിങ് ടെൻഡൻസി ആയിട്ട് വരുന്നത്. എപ്പോഴും ലുക്കീമിയ ബ്ലീഡിങ് ടെൻഡൻസി ആവണമെന്നില്ല, പക്ഷേ ബ്ലീഡിങ് ടെൻഡൻസി അതിൻ്റെ എല്ലാ ബ്ലീഡിങ് ടെൻഡൻസിയും ലുക്കീമിയോ അല്ല, എന്നാലും ബ്ലീഡിങ് ടെൻഡൻസി ആയിട്ട് വരുന്ന പല അവസ്ഥകളും ചിലപ്പം അതിൻ്റെ ഒരു ലക്ഷണമായേക്കാം. അല്ലെങ്കിൽ നമുക്ക് തൊലിപ്പുറത്ത് ബ്ലീഡിങ്, പല്ല് തേക്കുമ്പോൾ ബ്ലീഡിങ്, മെൻസ്ട്രൽ ബ്ലീഡിങ് കൂടുതൽ, അങ്ങനെയൊക്കെ ഉള്ള അവസ്ഥകളിൽ അതൊരു രോഗലക്ഷണമായിട്ട് കണക്കാക്കാം. ഇപ്പോൾ ഡോക്ടർ ഈ ബ്ലീഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞു, നമ്മൾ കൂടുതലായിട്ടും കണ്ടിട്ടുണ്ട് മൂക്കിൽ നിന്നൊക്കെ ബ്ലഡ് വരുന്നത്, അതൊക്കെ ഇതിൻ്റെ ഒരു സിംറ്റമായിട്ട് കാണാമോ? എപ്പോഴും ആവണമെന്നില്ല. ബ്ലീഡിങ്ങിൽ മാത്രം, ബ്ലീഡിങ്ങിന് അനേകം കാരണങ്ങളുണ്ട്. ഇപ്പം മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളിലൊക്കെ വളരെ കോമൺ ആണ് മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നത്. അതിൽ ചിലപ്പോൾ വളരെ പ്രത്യേകിച്ച് കാരണമൊന്നും കണ്ടുപിടിക്കണമെന്ന് തന്നെയില്ല, അല്ലെങ്കിൽ ENT സംബന്ധമായ എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ മൂക്കിൽ നിന്ന് രക്തം ചിലപ്പോൾ വരാം. രക്തക്കുഴലിൽ ഒരു ചെറിയ വാസ്കുലൈറ്റിസ് ഉണ്ടെങ്കിൽ അങ്ങനെ വരാം, അല്ലെങ്കിൽ ഒരു അലർജിയുടെ ഭാഗമായിട്ട് ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വരാം. അല്ലെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞ ബ്ലീഡിങ് ടെൻഡൻസി ഉള്ള മറ്റ് അസുഖങ്ങളുണ്ട്, ഇപ്പോൾ പ്ലേറ്റ്ലെറ്റ് കുറയണ മറ്റ് അസുഖങ്ങളുണ്ട്. അപ്പോൾ ഒരു ജനങ്ങളുടെ ഇടയിൽ ഒരു പേടിയുള്ളത് എന്ത് ബ്ലീഡിങ് വന്നാലും അത് ലുക്കീമിയ ആണെന്നാണ്. അങ്ങനെയല്ല, എന്ത് ബ്ലീഡിങ് വന്നാലും ലുക്കീമിയ അല്ല, പക്ഷെ ലുക്കീമിയയുടെ കാര്യം കൂടി നമ്മൾ മനസ്സിൽ വെക്കണം. അപ്പോൾ അങ്ങനെ ഒരു സിംറ്റം അകാരണമായിട്ട് ഒരു കാരണമില്ലാതെ ബ്ലീഡിങ് വരുമ്പോൾ നമ്മൾ അതും കൂടി കണക്കിലെടുക്കണം. ഓക്കെ. ഇപ്പം അതുപോലെ തന്നെ ഈ ബ്ലഡിൽ ഇപ്പോൾ ഈ ബ്ലഡ് ക്യാൻസർ ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഓക്സിജൻ്റെ എന്തെങ്കിലും, അതായത് അവർക്ക് കൂടുതലായിട്ട് ഓക്സിജൻ ബ്ലഡ് ആണല്ലോ ക്യാരി ചെയ്യുന്നത്, അപ്പം അങ്ങനെയുള്ളവർക്ക് ഓക്സിജൻ ശ്വാസം വലിക്കാൻ അല്ലെങ്കിൽ ശ്വാസം എടുക്കാനൊക്കെ പ്രശ്നം വരുമോ? അവർക്ക് അങ്ങനെയുള്ളവർക്ക് നമ്മൾ അതിൻ്റെതായിട്ടുള്ള മുൻകരുതലുകൾ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഓക്സിജൻ പറഞ്ഞത് ശരിയാണ്. അതായത് നമ്മൾ രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലങ്സിൽ നിന്ന് ഓക്സിജൻ എടുത്ത് ബാക്കിയുള്ള അവയവങ്ങളിലേക്കും കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ളതാണ് ഹീമോഗ്ലോബിൻ്റെ ഒരു ജോലി. അപ്പോൾ ഹീമോഗ്ലോബിൻ എവിടെ ഉണ്ടാവണേ? ഹീമോഗ്ലോബിൻ്റെ ചുവന്ന രക്താണുക്കളിലാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ചുവന്ന രക്താണുക്കൾ കുറയുന്ന അവസ്ഥയിൽ നമ്മൾ ഹീമോഗ്ലോബിൻ കുറയുന്നു, അതനുസരിച്ചിട്ട് ഓക്സിജൻ്റെ റിക്വയർമെൻറ്റ് ആപേക്ഷികമായിട്ട് കൂടുകയാണ്. കാരണം നമുക്ക് ആവശ്യത്തിന് ഓക്സിജൻ ഡെലിവറി ചെയ്യാൻ പറ്റുന്നില്ല. ലങ്സ് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ലങ്സിലല്ല പ്രശ്നം, ലങ്സിൻ്റെ ശ്വാസകോശ സംബന്ധമായ പ്രശ്നമല്ല അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ദൂരം നടക്കുമ്പോൾ നമുക്ക് ആ ഓക്സിജൻ്റെ നമുക്കൊരു എക്സേർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് വരും. ചിലപ്പം ഒത്തിരി സിവിയർ അനീമിയ വരികയാണെങ്കിൽ നമുക്ക് റെസ്റ്റിൽ തന്നെ ആ ക്ഷീണവും ആ ഓക്സിജൻ കുറവും ചിലപ്പോൾ തോന്നിക്കാം. അപ്പം അത് പക്ഷേ നമുക്ക് ഒരു ശ്വാസകോശ സംബന്ധമായി ഓക്സിജൻ കുറയുന്നതിൻ്റെ അവസ്ഥ ഉണ്ടാവണമെന്നില്ല, ചുമയും അങ്ങനെയൊന്നും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. ഒരു നമ്മൾ ഒരു ഇച്ചിരി നടക്കുമ്പോഴോ സ്റ്റെപ്പ് കയറുമ്പോഴോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഒരു ശ്വാസം മുട്ടായിട്ട് അനുഭവപ്പെടുന്നത്. അല്ലാതെ വെറുതെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ആദ്യം ഉണ്ടാവില്ല. കൂടി വരുമ്പോഴേ വെറുതെ ഇരിക്കുമ്പോഴും അത് വരിക. ചിലപ്പോൾ കുളിക്കുമ്പോൾ നമ്മൾ ബക്കറ്റിൽ നിന്ന് വെള്ളം കോരി കുളിക്കുമ്പോൾ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ അനുഭവപ്പെടുന്നത്. അതായത് ആയാസമില്ലാത്ത ജോലികൾ ചെയ്യുമ്പോൾ പോലും നമുക്ക് അങ്ങനത്തെ ഉള്ളത് അനുഭവപ്പെടാം. ഡോക്ടർ, അതുപോലെ തന്നെ നമ്മൾ ബ്ലഡ് ക്യാൻസർ എങ്ങനെയാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പല തരത്തിൽ ബ്ലഡ് ക്യാൻസറുകൾ ഉണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഡോക്ടറിൻ്റെ അടുത്തൊരു ബുദ്ധിമുട്ടായിട്ട് ചെല്ലുമ്പോൾ ഡോക്ടർ സാധാരണ ആദ്യം
നമ്മളൊരു ശരീരത്തിൻ്റെ ചെക്കപ്പ് ചെയ്യും. ശരീരത്തിൻ്റെ ചെക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഡോക്ടർ ഹിസ്റ്ററി എടുക്കും. അപ്പോൾ ഹിസ്റ്ററി എടുക്കുമ്പോൾ ഇതേപോലെ പല നേരത്തെ പറഞ്ഞ പോലെ അകാരണമായ വെയിറ്റ് ലോസും അങ്ങനത്തെ കാര്യങ്ങൾ കാണുമ്പോൾ ഡോക്ടർക്ക് സംശയം വരാം. അതുപോലെ തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ വിളർച്ച കാണും. ചിലപ്പോൾ നമ്മളല്ലാതെ പരിശോധിക്കുമ്പോൾ കഴലകൾ വലുതായിട്ടുണ്ടാവാം. ദേഹപരിശോധന നടത്തുമ്പോൾ ദേഹത്ത് മുഴകളുണ്ടാവും. അത് ചിലപ്പോൾ രോഗി തന്നെ കണ്ടുപിടിക്കാം. ഡോക്ടർ എൻ്റെ കഴുത്തിലൊരു മുഴയുണ്ട് എന്ന് ചിലപ്പോൾ പറയാം, അല്ലെങ്കിൽ കക്ഷത്തിലൊരു മുഴയുണ്ട് എന്ന് പറയാം. പിന്നെ ചിലപ്പോൾ നമ്മൾ വയറിൽ പരിശോധിച്ച് നോക്കുമ്പോൾ ലിവറിൻ്റെയോ സ്പ്ലീനിൻ്റെയോ അളവ് വലുതായിട്ട് കാണാം ചിലപ്പോൾ. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ രക്തപരിശോധന ചെയ്യുന്നത്. അപ്പം ആദ്യം ഹിസ്റ്ററി, പിന്നെ ആളെ പരിശോധിക്കൽ, പിന്നെ നമ്മൾ രക്തം എടുത്ത് പരിശോധിച്ച് നോക്കുക. ഈ രക്തം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അത് മൈക്രോസ്കോപ്പിലൂടെ നോക്കുന്നതും അല്ലാതെ മെഷീനിലൂടെ നോക്കുന്നതുമായ 2 കാര്യങ്ങളുണ്ട്. മെഷീനിൽ നോക്കുന്ന സാധാരണ നമ്മൾ ലാബിൽ കൊടുക്കുന്നു, നമുക്ക് ഹീമോഗ്ലോബിൻ അതെല്ലാം കിട്ടും. ആ ഹീമോഗ്ലോബിൻ അതിൽ തന്നെ ചിലപ്പോൾ നമുക്ക് WBC കൗണ്ട് കൂടുകയോ കുറയുകയോ, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുകയോ, ഹീമോഗ്ലോബിൻ കുറയുകയോ ഒക്കെ ചെയ്യും. അല്ലെങ്കിൽ അതിൻ്റെ അകത്തൊരു ഡിഫറൻഷ്യൽ കൗണ്ടിൽ ന്യൂട്രോഫിൽ കുറഞ്ഞ് ബാക്കിയുള്ളത് കൂടെ ഇതിലൊരു ചെറിയ വ്യത്യാസങ്ങളൊക്കെ അതിനകത്ത് കാണാം, പ്രകടമായ വ്യത്യാസം കാണാം. അപ്പോൾ ചിലപ്പോൾ പലരും ഈ മെഷീനിൽ കാണുന്ന ഒത്തിരി ഓട്ടോമേറ്റഡ് വാല്യൂസ് ഉണ്ട്. ചിലരത് ഭയങ്കര പേടിച്ചിട്ട് വരാറുണ്ട് ചെറിയ വ്യത്യാസങ്ങളൊക്കെ. അപ്പോൾ ചെറിയ വ്യത്യാസം വരുമ്പോൾ അതിന് ചിലപ്പോൾ വലിയ സിഗ്നിഫിക്കൻസ് ഉണ്ടാവണമെന്നില്ല. പക്ഷെ അതൊരു ഡോക്ടർക്ക് നോക്കിയാൽ മനസ്സിലാവും, രോഗീനെ റീഅഷ്വർ ചെയ്യാൻ പറ്റും. ഇതുകൂടാതെ മൈക്രോസ്കോപ്പിൽ എടുത്ത് നോക്കുന്നു. ക്യാൻസർ സെൽ ശരിക്കും കാണുന്നത് മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോഴാണ്. അപ്പോൾ ചിലപ്പം ബ്ലഡിൽ തന്നെ അതിൻ്റെ ചില ലക്ഷണങ്ങൾ കാണാം. എപ്പോഴും ബ്ലഡ് ക്യാൻസർ ബ്ലഡിൽ ഉണ്ടാവണമെന്ന് തന്നെ ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലഡ് മജ്ജയിലാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ചിലപ്പോൾ മജ്ജ പരിശോധിച്ച് നോക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു കൺഫർമേഷൻ മനസ്സിലാവും. ചിലപ്പോൾ ഒരു സംശയങ്ങൾ ബ്ലഡിൽ നിന്ന് കിട്ടുമെങ്കിലും ഒരു കൺഫർമേഷൻ പലപ്പോഴും ചില അവസരങ്ങളിൽ ബ്ലഡിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാറുണ്ട്. പക്ഷെ എപ്പോഴും ഇല്ല. പലപ്പോഴും മജ്ജ പരിശോധനയാണ് അതിൻ്റെ ഒരു ഫൈനൽ ഡയഗ്നോസിലേക്ക് എത്തുന്നത്. മജ്ജ പരിശോധനയിൽ തന്നെ സ്പെഷ്യലായിട്ടുള്ള പല ടെസ്റ്റുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഏത് തരം ബ്ലഡ് ക്യാൻസർ ആണ് എന്ന് കണ്ടുപിടിക്കാനും അങ്ങനെയുള്ള ടെസ്റ്റുകൾ അതിനകത്ത് ചെയ്യാറുണ്ട്. ഇതല്ലാതെ ലിംഫോമ എന്ന് പറയുന്ന ബ്ലഡ് ക്യാൻസറിൽ മജ്ജ പരിശോധനയിൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല. അങ്ങപ്പോൾ കഴലകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ബയോപ്സി ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഒന്നല്ലെങ്കിൽ ലിക്വിഡ് ആയിട്ട് ബ്ലഡിലോ അല്ലെങ്കിൽ മജ്ജയുടെയോ പരിശോധന, അല്ലെങ്കിൽ സോളിഡ് ആയിട്ടുള്ള നമ്മളുടെ കടലകളുടെ നമ്മുടെ ലിംഫ് നോഡ്സിൻ്റെ പരിശോധന, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടിഷ്യൂവിൽ സംശയം ഉണ്ടെങ്കിൽ അതിൻ്റെ പരിശോധന. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ പെറ്റ് സ്കാൻ പോലത്തെ സ്കാൻ ചെയ്ത് ബോഡിയിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനും അവിടെ നിന്ന് ബയോപ്സി എടുക്കാനും ഒക്കെ ചിലപ്പം വേണ്ടി വരാറുണ്ട്. അതുപോലെ തന്നെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ്, അതെന്ത് രോഗാവസ്ഥയാണ് ഡോക്ടർ? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ബോൺ മാരോ ട്രാൻസ്പ്ലാന്റിന് ഇപ്പോൾ ഞാനീ പറഞ്ഞ പല ബ്ലഡ് ക്യാൻസറുകളിലും ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും ക്യൂർ ആവണില്ല ചിലപ്പം. അപ്പോൾ എന്തുകൊണ്ട് എല്ലാവരും ക്യൂർ ആവണില്ല? പലർക്കും നമ്മളുടെ ട്രീറ്റ്മെൻറ്റിനെ അതിജീവിച്ച് തിരിച്ചു വരാൻ സാധിക്കുന്ന ചില ക്യാൻസർ കോശങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ക്യാൻസർ കോശങ്ങളെ ഇപ്പോൾ ഏറ്റവും എഫക്റ്റീവായിട്ട് ബ്ലഡ് ക്യാൻസർ കോശങ്ങളെ ഞാൻ ഉദ്ദേശിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നത്. ബോൺ മാരോ നമ്മളുടെ ശരീരത്തിൽ കാണുന്നത് ബോൺസിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമ്മൾ ജനിക്കുമ്പോൾ എല്ലാ ബോണിലും ഉണ്ടാവും. പിന്നെ നമ്മുടെ നട്ടെല്ലിലും പിന്നെ ഹിപ്പ് ബോൺസ് ഉണ്ട്. അപ്പോൾ ഹിപ്പ് ബോൺസിലൊക്കെയാണ് നമ്മുടെ ബോൺ മാരോ കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ ബോണിൻ്റെ ഉള്ളിലാണ് അത് ഇരിക്കുന്നത്. അപ്പോൾ പലരും ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ഒരു സർജറി ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അപ്പം ലിവർ ട്രാൻസ്പ്ലാന്റ് ഒരു സർജറിയാണ്, കിഡ്നി ട്രാൻസ്പ്ലാന്റ് ഒരു സർജറിയാണ്. പക്ഷെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് സർജറി അല്ല. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. കാരണം ഈ നമ്മൾ മൂലകോശങ്ങളുണ്ട്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ മൂലകോശം മാറ്റി വയ്ക്കുക ചെയ്യുക. മൂലകോശം മാറ്റി വയ്ക്കുകയെന്ന് വെച്ചാൽ ക്യാൻസറിൻ്റെ ഉണ്ടാക്കുന്ന കോശങ്ങൾക്ക് തന്നെ അതിന് തന്നെ മൂലകോശമുണ്ട്. പിന്നെ ശരീരത്തിന് സാധാരണ സെല്ലുണ്ടാക്കുന്ന മൂലകോശങ്ങളുണ്ട്. പക്ഷെ ക്യാൻസർ വരുമ്പോൾ എന്താ സംഭവിക്കുക? ക്യാൻസർ മേൽക്കോയ്മ വരും. അത് ബാക്കിയുള്ള സെൽസിനെയൊക്കെ സപ്രസ് ചെയ്ത് വയ്ക്കും. അതുകൊണ്ടാണ് ക്യാൻസർ വരുമ്പോൾ ബാക്കി സെൽസ് എല്ലാം കുറയണം, ബ്ലഡ് ഹീമോഗ്ലോബിൻ കുറയണം, പ്ലേറ്റിൽ കുറയണം. അപ്പോൾ നമ്മൾ ഈ മൂലകോശ ട്രാൻസ്പ്ലാന്റേഷൻ അല്ലെങ്കിൽ ബ്ലഡ് ആൻഡ് മാരോ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് ഇപ്പോൾ പറയാം. മാരോ എന്നുള്ള പേര് മാറ്റി ബ്ലഡ് ആൻഡ് മാരോ എന്നാക്കി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മൂലകോശങ്ങളെ നമുക്ക് ബ്ലഡിൽ നിന്നും കിട്ടും, മജ്ജയിൽ നിന്നും കിട്ടും. അപ്പോൾ മജ്ജയിൽ നിന്ന് ആദ്യമൊക്കെ ചെയ്തിരുന്നത് ഇപ്പോൾ ഡൊണാൾഡ് തോമസ് എന്ന് പറഞ്ഞൊരു ഡോക്ടറാണ് ആദ്യം ഒരു ട്വിൻ ടു ട്വിൻ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. ആ സമയത്ത് ബോൺ മാരോയിൽ നിന്ന് വലിച്ചെടുത്ത് ആ സെല്ല് ബ്ലഡിലേക്ക് കൊടുക്കുക ചെയ്യുക. ബോൺ മാരോയിൽ നിന്ന് നമുക്ക് വലിച്ചെടുക്കുമ്പോൾ സിറിഞ്ച് വെച്ച് ഒരു നീഡിൽ വെച്ച് വലിച്ചെടുക്കുമ്പോൾ നമുക്ക് ബോൺ മാരോയിൽ നിന്നുള്ള ഫ്ലൂയിഡ് ബ്ലഡ് പോലത്തെ ഒരു ഫ്ലൂയിഡാണ്, അതാണ് നമുക്ക് കിട്ടുക. അത് നമ്മൾ സെയിം ഒരു പേഷ്യൻറ്റിന് കൊടുക്കുന്നത്
ഒരു കീമോതെറാപ്പി അതിന് മുമ്പ് കൊടുത്ത് ആളുടെ ബോൺ മാരോനെ നശിപ്പിച്ച് കളഞ്ഞിട്ട് ഇത് ബ്ലഡിലൂടെ അങ്ങ് കയറ്റി വിടുക ചെയ്യുക. അത്രയേ ഉള്ളൂ അതിൻ്റെ ചികിത്സയുടെ. അപ്പം ഇത് കയറി പോയി കഴിഞ്ഞാൽ ഇത് തനതാന ബോൺ മാരോയിലേക്ക് പോയിട്ട് അവിടെ എത്തും. അവിടെ എത്തി അവിടെ ഹോമിങ് എന്ന് പറയും. എൻ്റെ ഹോം അത് തന്നെ കണ്ടുപിടിച്ച് അവിടെ പോയിട്ട് പിന്നെ അവിടെ പോയി അത് പുതിയ സെൽസിനെ ഉണ്ടാക്കും, റീപ്രൊഡ്യൂസ് ചെയ്ത്. ആ സെല്ല് ഉണ്ടാക്കി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും, ഒരു 10-15 ദിവസം എടുക്കും. അപ്പോൾ ഈ സമയം അത്രയും നേരത്തെ കീമോതെറാപ്പി കൊടുത്ത് നശിപ്പിച്ചിട്ടിരിക്കുവാണ് ബോൺ മാരോയിന്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ബ്ലഡിലെ കൗണ്ടൊക്കെ 0 ആയി. അതുകൊണ്ടാണ് ഈ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ രോഗികളെ ഒരു പ്രത്യേക ഹെപ്പ ഫിൽറ്റർ റൂം എന്നൊക്കെ പറഞ്ഞ ഒരു യൂണിറ്റിൽ അധികം വിസിറ്റേഴ്സ് ഒന്നും ഇല്ലാതെ ഏറ്റവും ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാനുള്ള സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കുറച്ച് ദിവസം. അപ്പോൾ ഇത് ഒരു ഏകദേശം ഒരു മാസത്തെ പ്രക്രിയയാണ്, അത് കൗണ്ടൊക്കെ ഒന്ന് കുറഞ്ഞു കൂടി വരുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ ബ്ലഡ് ആൻഡ് മാരോ എന്ന് പറഞ്ഞത്. എന്തുകൊണ്ട് ബ്ലഡ് എന്ന് പറഞ്ഞത് ഈ മൂലകോശങ്ങളെ ഇപ്പം എനിക്ക് ഡൊണേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് ബോൺ മാരോ ആയിട്ട് ഡൊണേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബ്ലഡായിട്ട് ഡൊണേറ്റ് ചെയ്യാം. ബ്ലഡിലേക്ക് മൂലകോശങ്ങളെ കൊണ്ടുവരാനായിട്ടുള്ളൊരു ചികിത്സയുണ്ട്. അതെന്ന് വെച്ചപ്പോൾ ഞാൻ ഡോണറാണെങ്കിൽ എനിക്കൊരു 5 ദിവസം ഇൻസുലിൻ കുത്തിവയ്ക്കണ പോലെ തൊലിക്കടിയിൽ കോളനി സ്റ്റിമുലേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ ഉണ്ട്. ആ 5 ദിവസം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിലേക്ക് ഈ മൂലകോശങ്ങൾ വരും. പിന്നെ പ്ലേറ്റ്ലെറ്റ് അറിയാമല്ലോ, നമ്മൾ പ്ലേറ്റ്ലെറ്റ് ഡൊണേഷൻ എന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ പോയി കഴിഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് ഡൊണേറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്ലേറ്റ്ലെറ്റ് മാത്രം വേർതിരിച്ചെടുക്കും. ഒരു മെഷീൻ ഉണ്ട്, നമ്മൾ ബ്ലഡ് മെഷീനിലേക്ക് കയറ്റും, പ്ലേറ്റ്ലെറ്റ് മാത്രം വേർതിരിച്ചെടുക്കും, ബാക്കിയുള്ളത് തിരിച്ചു കൊടുക്കും. അതുപോലെ തന്നെ സ്റ്റെം സെൽ സെപ്പറേറ്റ് ചെയ്യാനും പറ്റും, അതേ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച്. എഫറസിസ് എന്ന് പറഞ്ഞൊരു ടെക്നിക്. അപ്പോൾ നമ്മളുടെ ഈ 5 ദിവസം ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തിൽ നിന്ന് തന്നെ സ്റ്റെം സെൽസ് എടുക്കാൻ സാധിക്കും. ആ ഒരു 3-4 മണിക്കൂറത്തെ പരിപാടിയേ ഉള്ളൂ. അത് നമ്മൾ ഇതേപോലെ ഒരു ഇരിക്കുകയോ കിടക്കുകയോ ചെയ്തിട്ട് അവരതങ്ങ് എടുക്കാൻ പറ്റും. അപ്പോൾ അത് ഇപ്പോൾ ഒരു 100 പേർക്ക് ട്രാൻസ്പ്ലാന്റ് ഉണ്ടെങ്കിൽ 90% പെരിഫറൽ ബ്ലഡിൽ നിന്നുള്ള സ്റ്റെം സെൽസ് എടുത്തിട്ടാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. അതാണ് ഇപ്പോൾ ബ്ലഡ് ആൻഡ് മാരോ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചികിത്സ നമുക്ക് എന്തിനൊക്കെ വേണം, ചില ലുക്കീമിയാസ്, ചില ലിംഫോമാസ്, ചില മൈലോമാസ് ഇങ്ങനെ പറഞ്ഞ ക്യാൻസർ ആയിട്ടുള്ള അസുഖങ്ങൾക്ക്, പിന്നെ ചില ക്യാൻസറേതര അസുഖങ്ങൾക്ക്, അല്ലെങ്കിൽ മജ്ജ നശിച്ചു പോകുന്ന എപ്ലാസ്റ്റിക് അനീമിയ എന്ന് പറഞ്ഞ അസുഖമുണ്ട്, അല്ലെങ്കിൽ ബോൺ മാരോ ഫെയിലിയർ. ഇപ്പോൾ ലിവർ ഫെയിലിയറിന് ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണ പോലെ ബോൺ മാരോ ഫെയിലിയറിന് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യും. പിന്നെയും വേറെ ചില താലസീമിയ എന്ന് പറയുന്ന ചില അസുഖങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി, ഇൻബോൺ എറേഴ്സ് ഓഫ് ഇമ്മ്യൂണിറ്റി, അങ്ങനെയൊക്കെ ചില കുട്ടികളിൽ വരുന്ന വേറെ ചില അസുഖങ്ങളുണ്ട്. ക്യാൻസർ അല്ലെങ്കിലും ക്യാൻസറിനെ പോലെ തന്നെ ദുഷ്കരമായിട്ടുള്ളതും സീരിയസ് ആയിട്ടുള്ള പല അസുഖങ്ങളെ മാറ്റാനായിട്ട് ഈ ഒരു ചികിത്സ ഫലപ്രദമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിലാണ് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് വേണ്ടി വരുന്നത്. അതിൽ തന്നെ നമുക്ക് ഡോണറിനെ കണ്ടെത്താനും പലരും ചോദിക്കാറുണ്ട്, എങ്ങനെ ഡോണറിനെ കണ്ടെത്താം, എല്ലാവർക്കും ഡോണർ ആവാൻ പറ്റുമോ? അപ്പോൾ എല്ലാവർക്കും ഡോണർ ആവാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ എല്ലാവരും ചോദിക്കണ ഒരു കാര്യം, ഞങ്ങൾ സെയിം ബ്ലഡ് ഗ്രൂപ്പാണ്, ഞാനും ബി പോസിറ്റീവാ, അപ്പോൾ എനിക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല. പറ്റണമെന്നില്ല, ചിലപ്പോൾ പറ്റാം, പക്ഷേ ബ്ലഡ് ഗ്രൂപ്പ് അല്ല അവിടെ നോക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചുവന്ന രക്താണുക്കളുണ്ട്, ശ്വേത രക്താണുക്കളുണ്ട്. ഈ വൈറ്റ് സെൽസിലാണ്, എൻ്റെ കൂട്ടത്തിലാണ് നമ്മുടെ സ്റ്റെം സെൽസ് വരുന്നത്. അപ്പോൾ വൈറ്റ് സെൽസിന് ബ്ലഡ് ഗ്രൂപ്പിന്റെ പോലത്തെ ഒരു ആന്റിജൻ ഉണ്ട്, അതിന്റെ പേര് ഹ്യൂമൻ ലൂക്കോസൈറ്റ് ആന്റിജൻ ആണ്. അപ്പോൾ ഹ്യൂമൻ ലൂക്കോസൈറ്റ് ആന്റിജൻ മാച്ച് ആണെങ്കിലാണ് നമുക്ക് ട്രാൻസ്പ്ലാന്റ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അത് മാച്ച് ആവാനുള്ള സാധ്യത, അതൊരു ABCDR DQ DP എന്ന് പറഞ്ഞിട്ട് 6 സ്ഥലങ്ങളിൽ 2 എണ്ണം വെച്ചുണ്ട്. അപ്പോൾ 12 ഇടത്തിൽ മാച്ച് വരണം. 12 ഇടത്തിൽ മാച്ച് വരാന്ന് പറഞ്ഞാൽ ഇത്തിരി പാടാണ്. ഞാൻ എപ്പോഴും പറയാറുള്ള, ഒരു ലോട്ടറി ടിക്കറ്റ് 12 ഇട്ടാൽ അതിന് മാച്ച് വരണമെങ്കിൽ ഇത്തിരി പാടല്ലേ, 12 അക്കവും കഴിഞ്ഞ്. പക്ഷെ മാച്ച് വരാൻ സാധ്യത ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ സിബ്ലിങ്സ്, ബ്രദർ ഓർ സിസ്റ്ററിന് 25% ഈച്ച് ചാൻസ് ഉണ്ട് മാച്ച് വരാനായി. പിന്നെ നമുക്ക് വെളിയിൽ അൺറിലേറ്റഡ് ഡോണർ പൂളുകളുണ്ട്, രജിസ്ട്രീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ രജിസ്ട്രിയിൽ നമ്മൾ HL സെർച്ച് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മാച്ച് കിട്ടണം. അതുപോലെ തന്നെ ഹാപ്ലോ മാച്ച് എന്ന് പറയും, ഹാഫ് മാച്ച്. നമ്മുടെ കുട്ടികൾ നമുക്ക് ഹാഫ് മാച്ച് ആയിരിക്കും, നമ്മുടെ പേരൻസ് നമുക്ക് ഹാഫ് മാച്ച് ആയിരിക്കും, ചിലപ്പോൾ നമ്മുടെ സിബ്ലിങ്സ് നമുക്ക് ഹാഫ് മാച്ച് ആയിരിക്കും. അപ്പോൾ ഇത്രയും പേരാണ് നമുക്ക് പറ്റാവുന്ന ഡോണേഴ്സ് ട്രാൻസ്പ്ലാന്റിന്. പിന്നെ നമുക്ക് ബ്ലഡ് ഗ്രൂപ്പ് ഏതായാലും നമുക്ക് അത്രയും കുഴപ്പമില്ല. ഈ ഒരു മാച്ച് നമുക്ക് ഞാൻ കിട്ടുന്നതാണ്, മെയിൻറ്റെയിൻ ചെയ്യണം. ഡോക്ടർ, ഇപ്പം അതുപോലെ തന്നെ നമ്മൾക്ക് ജീവിതശൈലി രോഗങ്ങൾ മിക്കവർക്കും ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ വരുമ്പോൾ അത് ക്യൂർ ചെയ്യാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടാവും. പ്രഷർ, കൊളസ്ട്രോൾ, ഷുഗറൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇതിൻ്റെ മെഡിസിൻസ് എടുക്കുമ്പോൾ എത്രത്തോളം എഫക്റ്റ് ആവും, അല്ലെങ്കിൽ അത് നമ്മൾ നിർത്തേണ്ടി വരുമോ? അത് കോമോർബിഡിറ്റി, നമുക്ക് മറ്റ് ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ട ക്യാൻസറുകളും പലതും ഉണ്ട്. അപ്പോൾ പല ക്യാൻസറുകൾക്കും അങ്ങനെ ജീവിതശൈലിയുമായിട്ട് നല്ല ബന്ധമുള്ള ക്യാൻസറുകളുണ്ട്. എന്തുകൊണ്ടോ ബ്ലഡ് ക്യാൻസറിന് അങ്ങനെ ജീവിതശൈലിയുമായിട്ട് അത്ര ബന്ധം കാണാറില്ല മിക്കപ്പോഴും. അങ്ങനെ ഒരു പ്രൂവൺ ആയിട്ട് ജീവിതശൈലിയായിട്ട് ബന്ധമുള്ള ക്യാൻസർ ഇല്ല. പക്ഷേ
മാഡം പറഞ്ഞത് വളരെ കറക്റ്റ്. നമുക്ക് പലപ്പോഴും പല അസുഖങ്ങളും ഉള്ള ഒരാളെ ചികിത്സിക്കാൻ കുറച്ച് പാടാണ്. കാരണം ഓരോ അസുഖത്തിൻ്റെയും ചികിത്സ ഇതുമായിട്ട് യോജിച്ച് പോകണം. അപ്പോൾ മാത്രമല്ല രോഗിക്ക് ഒന്നിൽ കൂടുതൽ അസുഖമുള്ളപ്പോൾ നമ്മൾ തീവ്രമായ ഒരു ചികിത്സ കൊടുക്കുമ്പോൾ അത് താങ്ങാനുള്ള രോഗിയുടെ ശരീരത്തിൻ്റെ ഒരു കപ്പാസിറ്റിയും കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പം യാതൊരു അസുഖവും ഇല്ലാതെ ഉള്ള ഒരാൾ, അതായത് വേറെ യാതൊരു അസുഖവും ഇല്ലാതെ ഒരാൾ ബ്ലഡ് ക്യാൻസർ മാത്രം ചികിത്സിക്കാനാണെങ്കിൽ കുറച്ചുകൂടി ബെറ്ററാണ്, കുറച്ചുകൂടി ബെറ്ററാണ്. മറ്റേത് കുറച്ചുകൂടി നമുക്ക് കുറച്ചുകൂടി ഡിഫിക്കൽറ്റി ഉണ്ടാവും. പക്ഷേ ഈ പറഞ്ഞ മരുന്നുകളൊന്നും നിർത്തിവെക്കേണ്ട കാര്യം ഉണ്ടാവില്ല. ഒരു പക്ഷേ ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ നമുക്ക് മരുന്നുകളിൽ ചില വ്യത്യാസങ്ങളോ, അപ്പോൾ അതാത് മരുന്നുകൾ കുറിക്കുന്ന ഡോക്ടറുമായിട്ട് സംവേദനം നടത്തി അതിന് വേണ്ട ചേഞ്ചസ് വരുത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഓക്കെ, ഒത്തിരി ഞങ്ങൾക്ക് ഡീറ്റെയിൽസ് രക്തത്തെക്കുറിച്ചും രക്തത്തിൽ വരുന്ന രോഗാവസ്ഥകളെക്കുറിച്ചും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. ഒത്തിരി സന്തോഷം ഡോക്ടർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.